ദിനേശ് ചേട്ടാ, ഈ ഒരു പരിപാടി നമ്മുടെ ഈ തിരുനാവായയുടെ മണ്ണിലേക്ക് എത്തിച്ചതിന് അങ്ങയോട് പ്രത്യേകം ആദ്യം തന്നെ നന്ദി പറയുന്നു. 2016 മുതൽ അങ്ങ് തുടങ്ങി വെച്ച ഈ പരിപാടി ഇത്രയും ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇനിയും നല്ല രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അപ്പോഴേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തവനൂർ, താപസന്നൂർ എന്നൊക്കെ പറയുന്ന നമ്മുടെ ബ്രഹ്മദേവൻ്റെ യാഗഭൂമിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മഖ മഹോത്സവം നടക്കുന്നത് കേട്ടോ. തിരുനാവായയുടെ കരയിൽ അവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ ഇരു കരകളിലുമായിട്ട് 10 വർഷമായിട്ട് നടന്നു വരുന്ന ഒരു പരിപാടിയാണ് മഖ മഹോത്സവം. അപ്പോൾ ഇത് നമ്മുടെ പ്രസാദ ഊട്ടിൻ്റെ സ്ഥലമാണ്. അപ്പോൾ രാവിലെ 8 മണി മുതൽ 10 മണി വരെ പ്രഭാത ഭക്ഷണമുണ്ട്, ഉച്ചയ്ക്ക് ഫുഡുണ്ട്, രാത്രി അതുപോലെ ഫുഡുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തവനൂരാണ് വരുന്നത്. കാരണം ഞാൻ വരുന്ന ആൾക്കാരോടൊക്കെ തവനൂർ വഴി വരാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ തിരുനാവായ വന്നാൽ പാർക്കിങ് വളരെ ബുദ്ധിമുട്ടാണ്. പാർക്കിംഗ് ബുദ്ധിമുട്ടിൻ്റെ പുറമെ അവിടെ നിന്നും താൽക്കാലിക പാലത്തിലൂടെ ഈ തവനൂർ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങളാ ആരതി കണ്ടിട്ട് തിരിച്ചു പോകാൻ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരോടും എന്നെ വിളിക്കുന്ന ആളുകളോടൊക്കെ നമ്മുടെ തവനൂർ ഭാഗത്ത് വന്നിട്ട് ഇവിടെ ബ്രഹ്മദേവൻ്റെ അമ്പലത്തിലും ശിവൻ്റെ അമ്പലത്തിലൊക്കെ പോയിട്ട് ആരാധനയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാനാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫേസ്ബുക്ക് എന്ന പ്രസ്ഥാനം ഞാൻ 2013 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. 2020 കൊറോണ സമയത്താണ് ഇത് ഞാൻ കൂടുതൽ ആക്റ്റീവായത്. പക്ഷേ ഇതിൻ്റെ ഒരു മാക്സിമം ഒരു ഗുണം വന്നത് ഇപ്പോൾ, അതായത് നമ്മളിപ്പോൾ ഈ കുംഭമേള നടക്കുന്ന സമയത്ത് അത്രയും ആളുകൾ നമ്മളോട് ഇതിനെപ്പറ്റി വിളിച്ച് അന്വേഷിച്ചതൊക്കെ ഫേസ്ബുക്ക് വഴിയുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർക്ക് നമുക്ക് മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ. ഇന്ന് കോഴിക്കോട് ഭാഗത്തു നിന്ന് ഒരു വണ്ടി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ബാബുവേട്ടനും സുഹൃത്തുക്കളും അവർക്കും പരമാവധി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ചെയ്തു കൊടുക്കാനും സാധിച്ചു. സന്തോഷം.